പണ്ടങ്ങനെയല്ല, ഏക്കർ കണക്കിനാണ്. അപ്പൊ അങ്ങനെ ഏക്കർ കണക്കിനുള്ള വസ്തു, വയല്, അങ്ങനെയുള്ള വസ്തുവകകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അന്നത്തെ മുതിർന്ന ആൾക്കാർ ഇത് പുറത്തു പോകാതിരിക്കാൻ വേണ്ടി സ്വന്തം മക്കളെ വിവാഹം കഴിപ്പിക്കാതിരിക്കുക, ആ അനിയനും ചേട്ടനും കൂടി ഒരു പെണ്ണിനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള സമ്പ്രദായം ഉണ്ടായിരുന്നു. പക്ഷെ കുറെ ഈ 2 കുട്ടികളൊക്കെ ആയി അവരൊരുവിധം പ്രായമായി വന്നപ്പോഴത്തേക്ക് അയാൾ മരണപ്പെട്ടു പോയി. പിന്നെ പൂർണ്ണ ഭരണം ഈ സ്ത്രീയുടെ കൈവശമായിരുന്നു. ഈ സ്ത്രീ ഒരു വിധത്തിലും ഈ കുട്ടികളെ കല്യാണം കഴിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല. ഇളയ കുട്ടി ഒരു പെൺകുട്ടിയൊക്കെ സ്നേഹിച്ചു വെച്ചിരുന്നു. ആ കാര്യം പറഞ്ഞിട്ട് പോലും ഈ അമ്മ സമ്മതിക്കുന്നില്ല. പക്ഷെ അവൻ ധൈര്യപൂർവ്വം ഈ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നു. അതിൻ്റെ ഒരു പ്രധാന കാരണം കൂടി എന്ന് പറഞ്ഞാല് ഭാര്യ കൂടി ഈ മൂത്തയാളെ അത്രയും സ്നേഹത്തോടുകൂടി പരിചരിക്കുന്നു, സ്നേഹിക്കുന്നു, അയാളോടൊപ്പം യാത്ര ചെയ്യുന്നു. ഇതൊന്നും ഈ ഇളയാൾക്ക് കാണുമ്പോൾ സാധാരണ അങ്ങനെയാണല്ലോ, ആർക്കും സാധിക്കില്ല. പക്ഷെ എങ്ങനെയാണ് പണ്ട് ഇങ്ങനെയൊക്കെ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ അത്ഭുതങ്ങളാണ്. ക്ഷയരോഗം കൂടി, ഈ രോഗവും കൂടി ഇങ്ങേർക്ക് വന്നു എന്ന് പറഞ്ഞപ്പം ഭാര്യ പൂർണ്ണമായും ഇങ്ങനെ ഉപേക്ഷിച്ചൊരവസ്ഥ. ആഹാരം മാത്രം കൊടുക്കും. ഇയാൾ ചെയ്തത്, ഇവരുടെ വീട്ടിനടുത്തൊരു ക്ഷേത്രമുണ്ട്, ആ ക്ഷേത്രത്തിൽ ഒരു കുളമുണ്ട്. ഒരു ദിവസം ഇയാൾ ആ കുളത്തിൽ ചാടി മരിച്ചാണ്, ആത്മഹത്യ ചെയ്തു. നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രേതങ്ങള്, അതിനെക്കുറിച്ചാണ് ഞാൻ അധികമായും പറയുന്നത്. ഞാനിത് പറയാൻ കാര്യം, വർഷങ്ങളായിട്ട് ഞാൻ ഈ പ്രേതബാധകൾ ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ്. ഏറ്റവും സാധാരണഗതിയിൽ മിക്ക മനുഷ്യന്റെ ശരീരങ്ങളും പ്രേതബാധകൾ കയറാറുണ്ട്. ചിലതൊന്നും നമുക്ക് അനുഭവപ്പെടില്ല, അറിയാൻ സാധിക്കില്ല. ചെറിയ സ്വഭാവ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയും അത് വന്നതുപോലെ തന്നെ തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ചില ആൾക്കാരിൽ അങ്ങനെയല്ല, ഇത് അധികമായി വരുന്നുണ്ട്. അവരുടെ ജീവിത രീതിയെ മാറ്റിമറിക്കുക, സ്വഭാവത്തിനെ മാറ്റിമറിക്കുക, ആത്മഹത്യയിലേക്ക് കൊണ്ടെത്തിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ പ്രേതങ്ങള് അത് മനുഷ്യന്റെ കൂടെ ഉണ്ട്. നമ്മൾ എവിടെ പോയാലും നമ്മളോടൊപ്പം അതൊക്കെ ഉണ്ട് എന്നാണ്. ഇപ്പൊ ഞാൻ ഈ വീഡിയോ അവതരിപ്പിക്കുമ്പോൾ എൻ്റെ ചുറ്റിനും ഒരുപാട് പ്രേതങ്ങളുണ്ട്. പക്ഷെ ഇത് നമ്മളിലേക്ക് പിടിക്കുന്ന ചില സാഹചര്യങ്ങളിലാണ്. ഈ പ്രേതത്തിനെ കുറിച്ച് അറിയാൻ ഒരുപാട് പേര് മെസ്സേജ് അയക്കുകയും നേരിട്ട് വിളിച്ച് ചോദിക്കുകയും അവരുടെ അനുഭവങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ എന്നോട് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഇതിനകത്ത് അവതരിപ്പിക്കാൻ, ഞാൻ നേരിട്ട് പോയിട്ടുള്ള സംഭവങ്ങളാണ് അധികമായിട്ട് ഞാൻ ഇതിനകത്ത് അവതരിപ്പിക്കുന്നത്. ഞാൻ പോയി ഒഴിപ്പിച്ചിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പൊ പലരുടെയും സംശയങ്ങളും, പ്രേതത്തിന് പ്രതികാരമുണ്ടോ, ആത്മാവല്ലേ, അതിന് പ്രതികാരം ഉണ്ടാകുമോ എന്നാണ് പലരുടെയും ചോദ്യം. ഞാൻ ഒരുപാട് വീഡിയോ ഈ പ്രേതങ്ങൾ വന്ന് നടത്തിയ പ്രതികാരത്തിനെ കുറിച്ചുള്ള ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. തൊട്ട് മുമ്പ് ഞാൻ ചെയ്ത അങ്ങനെയുള്ളൊരു വീഡിയോ ആണ്. ഇതും ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതിനും പ്രേതത്തിനെ കുറിച്ച് അറിയുമ്പോൾ നമ്മളെല്ലാം അറിഞ്ഞിരിക്കണം. അതിന് ഭയപ്പെടണ്ടെന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ പ്രേതങ്ങള് അത് പ്രതികാര ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട്, മനുഷ്യനേക്കാളേറെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാളോട് ഒരു വാശിയോ വൈരാഗ്യമോ ഒരു പ്രതികാര തോന്നിപ്പോയാല് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന് ഒരു പരിധിയുണ്ട്, ഒരു പരിമിതിയുണ്ട്. അതിനപ്പുറം നമുക്ക് പോകാൻ പറ്റത്തില്ല. കാര്യം അല്ലേ, നമ്മളെ ഒന്നുകിൽ അവരെ തിരിച്ചടിക്കും, ഇല്ലെങ്കിൽ പോലീസ് പിടിക്കും, നമുക്ക് അവസാനം ജയിലിൽ പോകേണ്ടി വരും. അതുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ പ്രേതത്തിന് അങ്ങനെയൊന്നുമില്ല. അവർക്ക് നിയമക്കുരുക്കളൊന്നുമില്ല. അതുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്നും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോൾ പ്രേതങ്ങൾ പ്രതികാരം ചെയ്യാറുണ്ട്. ഈ ഒരു സംഭവ കഥ ഞാൻ നേരത്തെ അവതരിപ്പിച്ചു. ഇതിനു മുമ്പ് എന്റെ ചാനലിൽ ഞാൻ ഒരുപാട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതും അതുപോലുള്ളൊരു സംഭവ കഥയാണ് പറയുന്നത്. ഇതും വളരെ പണ്ട് ഞാൻ പരിഹരിച്ചു കൊടുത്തൊരു സംഭവ കഥയാണിത്. പണ്ട് കാലത്ത് ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടില് ഉണ്ടായിരുന്നു. നമ്മുടെ ഭൂസ്വത്തുകൾ, ഇന്നാണല്ലോ ആർക്കും ഭൂസ്വത്ത് വലുതായിട്ടില്ലാത്ത 5 സെന്റോ 6 സെന്റോ കൂടിപ്പോയ 10 സെന്റ്, അതിനപ്പുറമൊന്നും ആർക്കും ഇല്ല. പണ്ടങ്ങനെയല്ല, ഏക്കർ കണക്കിനാണ്. അപ്പൊ അങ്ങനെ ഏക്കർ കണക്കിനുള്ള വസ്തു, വയല്, അങ്ങനെയുള്ള വസ്തുവകകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അന്നത്തെ മുതിർന്ന ആൾക്കാര് ഇത് പുറത്തു പോകാതിരിക്കാൻ വേണ്ടി സ്വന്തം മക്കളെ വിവാഹം കഴിപ്പിക്കാതിരിക്കുക, ആ അനിയനും ചേട്ടനും കൂടി ഒരു പെണ്ണിനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള സമ്പ്രദായം ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സമ്പ്രദായം വഴി വന്നുപോയ ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഞാനിത് പരിഹരിക്കാൻ ചെല്ലുമ്പോൾ അറിയുന്ന കാര്യങ്ങൾ അവരെന്നോട് എൻ്റെ അടുത്ത് വന്നതാണ്. ആദ്യം ഒരു വീട്ടില് വലിയൊരു പ്രമാണി കുടുംബമാണ്. അവരൊരു ഏരിയ മൊത്തം അവരുടെ കൈവശം ഉണ്ടായിരുന്നു. കുറെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും ഉണ്ടായിട്ടും പണ്ടുള്ള ആൾക്കാർ ചോദിക്കും, നായ്ക്ക് താടി മുടി വന്നാല് മുടി വെട്ടുന്ന ആൾക്ക് എന്താണ് ഗുണമെന്ന്. അത് വെട്ടിക്കാറില്ലല്ലോ. അതുപോലെ ഇവർക്ക് പണം വന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഇവർ ആർക്കൊന്നും കൊടുക്കാറില്ല. കൊടുക്കുന്ന കൂലി പോലും വളരെ കുറച്ചാണ് കൊടുക്കുന്നത്. 2 ആൺകുട്ടികൾ.
രണ്ടുപേരെയും പഠിപ്പിക്കുന്നു, ഒരു വിധമൊക്കെ പഠിപ്പിച്ച് വളർത്തുന്നുണ്ട്. പക്ഷെ ഒരു രൂപ എവിടെയെങ്കിലും നഷ്ടപ്പെട്ടാൽ അവിടെ അവർ കവിന്ന് വീഴും. അങ്ങനെയുള്ളതാണ് ഈ സ്ത്രീ. പക്ഷെ അയാൾക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ കുറെ ഈ രണ്ട് കുട്ടികളൊക്കെ ആയി അവരൊരുവിധം പ്രായമായി വന്നപ്പോഴത്തേക്ക് അയാൾ മരണപ്പെട്ടു പോയി. പിന്നെ പൂർണ്ണ ഭരണം ഈ സ്ത്രീയുടെ കൈവശമായിരുന്നു. ഈ സ്ത്രീ ഒരു വിധത്തിലും ഈ കുട്ടികളെ കല്യാണം കഴിപ്പിക്കാൻ സമ്മതിക്കാത്ത കാര്യം എന്ന് വെച്ചാൽ അവരാണ് ഇതിൻ്റെ എല്ലാം ഭരണാധികാരി. ഒരു ഭാഗത്ത് തേങ്ങ വെട്ടി വരുന്നു, മറ്റൊരു ഭാഗത്ത് വയലിൽ നിന്നും നെല്ല് കൊണ്ടുവരുന്നു, മറ്റൊരു ഭാഗത്ത് പുളി, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വരുന്നു. അങ്ങനെ ഇവർ ദിവസവും ഇവരിങ്ങനെ വലിയൊരു പ്രമാണിയാകുന്നു. ഇവർക്ക് കുറെ ജോലിക്കാരൊക്കെ ഉണ്ട്, അവരൊക്കെ ഭരിച്ചു കഴിയുന്നു. അപ്പൊ ഇനിയും മരുമക്കൾ വന്നു കയറിയാൽ ഇതെല്ലാം നഷ്ടപ്പെട്ടു എന്ത് ചെയ്യും? അതുകൊണ്ട് അതിന് ഈ കുട്ടികൾ വിവാഹ പ്രായമായിട്ടും ഈ അമ്മ ഇവർക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നേ ഇല്ല. ഇളയ കുട്ടി ഒരു പെൺകുട്ടിയൊക്കെ സ്നേഹിച്ചു വെച്ചിരുന്നു. ആ കാര്യം പറഞ്ഞിട്ട് പോലും ഈ അമ്മ സമ്മതിക്കുന്നില്ല. പക്ഷെ അവൻ ധൈര്യപൂർവ്വം ഈ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നു. കല്യാണം കഴിച്ച് ഇവിടെ അമ്പലത്തിൽ കൊണ്ടുവച്ച് കല്യാണം കഴിച്ച് വിളിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ആകെ വെപ്രാളമായി. കാര്യം ഇനി വീട്ടിൽ കയറ്റിയില്ലെങ്കിൽ ഇവൻ കൊണ്ട് കേസ് കൊടുത്താൽ ഈ സ്വത്തൊക്കെ തിരിച്ചു കൊടുക്കണം, അവനുള്ള കൊടുക്കണ്ടേ. അതുകൊണ്ട് ഈ പെൺകുട്ടിയെ അവര് സ്വീകരിച്ചു. വീണ്ടും കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയി. മൂത്തയാൾക്ക് അതുവരെ കല്യാണമൊന്നും ആയില്ല. കുറെ നാൾ കഴിഞ്ഞപ്പോൾ മൂത്തയാൾക്കും ഒരാഗ്രഹം കല്യാണം കഴിക്കണമെന്ന് നിരന്തരം ഇങ്ങനെ അമ്മയോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷെ അമ്മ ചെയ്തൊരു ബുദ്ധി, ഈ ഇളയാള് കല്യാണം കഴിച്ചുകൊണ്ട് വന്ന പെൺകുട്ടിയെ മൂത്ത മകന് കൂടി പങ്കുവെക്കാനുള്ളൊരു അവസരം ഇവര് തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇളയാൾ ഇതൊന്നും അറിഞ്ഞില്ല. അപ്പോഴത്തേക്ക് ഇളയാൾക്കൊരു കുട്ടി ഒക്കെ ആയി കഴിഞ്ഞു. അപ്പം ആൾക്ക് വേണ്ടി ഈ അമ്മ തന്നെ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക സ്വന്തം വീട്ടില്. പക്ഷെ ഇത് ഈ പെൺകുട്ടിക്ക് ഇഷ്ടമായിരുന്നു, ഈ മൂത്തയാളെ കൂടി ഭർത്താവായി സ്വീകരിക്കുന്നത്. ഈ അമ്മ തുറന്നു പറഞ്ഞു, ഈ വന്ന് ആദ്യത്തെ മരുമകളോട് തുറന്നു പറഞ്ഞു, സ്വത്തുവകളൊക്കെ വെളിയിൽ പോകും, അതുകൊണ്ട് നീ തന്നെ രണ്ടുപേരുടെ കാര്യം നോക്കിക്കോ, ഉള്ളത് നിങ്ങൾക്ക് തന്നെ ഉപയോഗിക്കാം എന്നുള്ളൊരു അവസ്ഥ പറഞ്ഞപ്പോഴത്തേക്ക് ഈ പെൺകുട്ടിക്കും ഈ വസ്തുവിനോടാണോ അതോ ഇനി അവൾ സ്നേഹിച്ചിറങ്ങുന്ന ആ ഭർത്താവിനെക്കാളും നല്ലവൻ ജ്യേഷ്ഠനാണെന്ന് കണ്ടിട്ടാണോ എന്താണെന്ന് അറിയില്ല. എന്തായാലും ആ പെൺകുട്ടിയും ഇത് അംഗീകരിച്ചു. അവസാനം ഇത് ഇളയാൾ അറിയുന്നു. അയാൾക്കൊന്നും എതിർക്കാൻ പറ്റിയില്ല. കാര്യം ആ ഒരു വിധത്തിലാണ് ഈ രണ്ട് കുട്ടികളെയും അവർ വളർത്തി വെച്ചിരുന്നത്. അവർ പറയുന്നതിന്റെ അപ്പുറം ഇപ്പുറം നിൽക്കില്ല. പക്ഷെ എന്തോ ഒരു കാരണത്താൽ അല്ലെങ്കിൽ ഒരു ധൈര്യം കൊണ്ട് ആ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അതിനുശേഷം അവൻ അമ്മ എതിർക്കാനൊന്നും സാധിക്കുന്നില്ല. കാര്യം അവന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, വേറെ വലിയ വരുമാനമൊന്നുമില്ല. അമ്മ കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഈ വരുമാനം എല്ലാം അമ്മയാണ് കൂട്ടിവെക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ അവരെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഒന്നും ഈ അമ്മ സമ്മതിക്കാതിരുന്നത് കൊണ്ട് അമ്മയുടെ അടിമയായി തന്നെ അവർ ജീവിക്കേണ്ടി വന്നു. അവൻ ജീവിതത്തിൽ ആകപ്പാടെ ചെയ്ത ഒരേ ഒരു കാര്യം ഈ പെൺകുട്ടിയെ വിളിച്ചോണ്ട് വന്നു എന്നുള്ളത് മാത്രമാണ്. എന്തായാലും അവനും ഇത് അംഗീകരിക്കേണ്ടി വന്നു. അവന്റെ ഭാര്യ, അതായത് ഇപ്പോ അവൻ ജ്യേഷ്ഠന്റെ ഭാര്യ കൂടിയായി മാറി. അതിലും ഒരു കുട്ടി ഉണ്ടാവും. അങ്ങനെ രണ്ട് കുട്ടികൾ. അവരങ്ങനെ സന്തോഷമായി ജീവിച്ചൊന്നും പറയാൻ പറ്റില്ല. ഈ മൂത്തയാളും ഭാര്യയും സന്തോഷമായി ജീവിച്ചു. ഇളയാൾക്ക് അത് എന്നും ഒരു നീരസം തന്നെയായിരുന്നു. കാര്യം അവന് വേണ്ടി മാത്രമായിട്ട് കൊണ്ടുവന്ന ഒരു ഭാര്യയെ നിവർത്തികേട് കൊണ്ട് ജ്യേഷ്ഠന് കൂടി പങ്കുവെക്കേണ്ടി വരുന്ന ഒരു പുരുഷന്റെ മാനസികാവസ്ഥ. പിന്നീട് അവൻ സന്തോഷമൊന്നും അവന്റെ ജീവിതത്തിൽ അവൻ അറിഞ്ഞിട്ടൊന്നുമില്ല. അതിനൊരു പ്രധാന കാരണം കൂടി എന്ന് പറഞ്ഞാല് ഭാര്യ കൂടി ഈ മൂത്തയാളെ അത്രയും സ്നേഹത്തോടുകൂടി പരിചരിക്കുന്നു, സ്നേഹിക്കുന്നു, അയാളോടൊപ്പം യാത്ര ചെയ്യുന്നു. ഇതൊന്നും ഈ ഇളയാൾക്ക് കാണുമ്പോൾ സാധാരണ അങ്ങനെയാണല്ലോ, ആർക്കും സാധിക്കില്ല. പക്ഷെ എങ്ങനെയാണ് പണ്ട് ഇങ്ങനെയൊക്കെ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ അത്ഭുതങ്ങളാണ്. വലിച്ചു നീട്ടുന്നില്ല, കാര്യം പറയാം. രണ്ട് കുട്ടികളും, രണ്ടുപേർക്ക് ഓരോ കുട്ടികളാവുന്നു. രണ്ട് കുട്ടികളും ഒരുവിധം വളർന്നു വലുതായി. കുട്ടികൾക്കൊരു 10-22 വയസ്സൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഇളയാൾക്ക്, അതായത് ആദ്യം യഥാർത്ഥ ഭർത്താവിന് ഒരു രോഗം വരുന്നു. ക്ഷയരോഗം എന്ന് പറയും. അന്നത്തെ കാലത്തൊക്കെ ഇത് ഒരുപാടുള്ളതാണ്. ഇയാൾക്ക് ക്ഷയരോഗം വന്നു. ഇയാളങ്ങ് ചുമച്ച് വല്ലാതെ ശരീരമൊക്കെ അങ്ങ് വികൃതമായി വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി. ഇന്നാണ് അതിനൊക്കെ ചികിത്സ ഉള്ളത്. അന്നത്തെ കാലത്തൊന്നും വലിയ ചികിത്സകളൊന്നും ഇല്ലാത്തൊരു സമയമാണത്. ആ സമയത്തിന് ഇദ്ദേഹം വന്നു, ഇങ്ങനെ ക്ഷയരോഗം കൂടി. ഈ രോഗവും കൂടി ഇങ്ങേർക്ക് വന്നു എന്ന് പറഞ്ഞപ്പം ഭാര്യ പൂർണ്ണമായും ഇങ്ങനെ ഉപേക്ഷിച്ചൊരവസ്ഥ. ആഹാരം മാത്രം കൊടുക്കും, അല്ലാതെ മറ്റൊരു കാര്യത്തിനൊന്നും ഇങ്ങനെ അടുപ്പിക്കുകയോ സ്നേഹത്തോട് പെരുമാറുകയോ ഇങ്ങനെ അടുത്ത് പോയിരിക്കുകയോ ഒന്നും ചെയ്യില്ല. ഇങ്ങനെ വസ്ത്രങ്ങൾ പോലും കഴുകി കൊടുക്കാത്തൊരവസ്ഥ ഒന്നും. ഇയാളെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് ഇങ്ങനെ പോയി. മാനസികാവസ്ഥ എന്ന് വെച്ചാൽ ഇങ്ങനെ പൊതുവേ അയാൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്നൊരു പെണ്ണിനെ പൂർണ്ണമായിട്ടും അങ്ങേർക്ക് കിട്ടാതെ വന്നതിനുള്ള ഒരു കലിപ്പ്
അല്ലെങ്കിൽ ദേഷ്യം, നിരാശയൊക്കെ ഉള്ള മനുഷ്യനായിരുന്നു. ഇതും കൂടിയായപ്പോൾ അയാൾ ആകെ തകർന്നു. പക്ഷെ അപ്പോഴും ഭാര്യ മൂത്ത ആളിൻ്റെ ജ്യേഷ്ഠന്റെ കാര്യം നന്നായി നോക്കുന്നു, ജ്യേഷ്ഠനോടൊപ്പം യാത്ര ചെയ്യുന്നു, ജ്യേഷ്ഠനോടൊപ്പം ശയിക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. ഇയാളെ പടിക്ക് പുറത്താക്കി എന്ന് തന്നെ പറയാം. ഇതിനിടയ്ക്ക് അമ്മ മരിച്ചുപോയി. അപ്പൊ പിന്നെ ഭരണം മൊത്തം ആ സ്ത്രീയുടെ കയ്യിലാണ്, മരുമകളുടെ കയ്യിലാണ്. ഈ ആൺകുട്ടികളെന്ന് പറഞ്ഞാൽ രണ്ടിനെ വളർത്തി വെച്ചിരിക്കുന്നത് തത്തമ്മ പൂച്ച എന്നുള്ള നിലപാടിലാണ്. കാര്യം അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഭരണം മൊത്തം മരുമോളുടെ കയ്യിലായി. മരുമോള് ഇയാളെ പൂർണ്ണമായും, സ്വന്തം ഭർത്താവിനെ പൂർണ്ണമായും ഉപേക്ഷിച്ചൊരവസ്ഥയിലേക്ക് എത്തി. ഇയാൾ ചെയ്തത്, ഇവരുടെ വീട്ടിനകത്തൊരു ക്ഷേത്രമുണ്ട്, ആ ക്ഷേത്രത്തിൽ ഒരു കുളമുണ്ട്. ഒരു ദിവസം ഇയാൾ ആ കുളത്തിൽ ചാടി മരിച്ചു കളഞ്ഞു, ആത്മഹത്യ ചെയ്തു. അയാൾ മരണപ്പെട്ടു. അതൊന്നും അവർക്ക് വലിയ വിഷയമായി കാണില്ല, എന്നോട് അതൊന്നും പറഞ്ഞില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് കാര്യം അവര് രണ്ടുപേരും, അതായത് മൂത്ത ജ്യേഷ്ഠനും ഈ ഭാര്യയായിട്ട് അവർ സന്തോഷത്തോടെ ജീവിക്കുന്ന, അയാൾക്ക് പ്രത്യേക അസുഖമൊന്നുമില്ല. ഇയാളോട് ഇഷ്ടം പ്രേമിച്ചെങ്കിലും പിന്നീട് ഇഷ്ടം ഒരുപാട് കുറഞ്ഞു. അസുഖം കൂടി ഒന്നും പൂർണ്ണമായും അയാൾ അവഗണിച്ചത് കൊണ്ട് അയാളെ പോയി ആത്മഹത്യ ചെയ്തു. പിന്നീട് ഇവര് സന്തോഷമായി ജീവിച്ച് കാണുമായിരിക്കാം. അതിന് ശേഷമാണ് പ്രശ്നം തുടങ്ങുന്നത്. ഇയാൾ മരിച്ച് കുറേ നാൾ, ഒരു വർഷം ഒന്നോ രണ്ടോ വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോഴത്തേക്കാണ് കുട്ടികൾക്ക് 10-22 വയസ്സൊക്കെ കഴിഞ്ഞു. ഈ മൂത്ത ഭർത്താവിലേക്ക് ഒരു പ്രേതം കയറുന്നു. അത് ഈ അനിയന്റെ ആത്മാവാണ്, അതെല്ലാവർക്കും മനസ്സിലായി. വന്നിട്ട് ഭാര്യയെ കൊല്ലണം, മൂത്ത ആളിന്റെ മകനെയും കൊല്ലണം. പക്ഷെ വന്നിരിക്കുന്ന ഈ ജ്യേഷ്ഠന്റെ ശരീരത്തിലാണ്. അതായത് ഈ ജ്യേഷ്ഠന് ഈ ഭാര്യയിലുണ്ടായ കുട്ടിയെയും കൊല്ലണം, ഈ ഭാര്യയെയും കൊല്ലണം. ഇതാണ് ഇയാളുടെ പ്രവൃത്തി. വന്ന് ഇവരെ കഴുത്തിനെ കുത്തിപ്പിടിക്കുന്നു, ഈ ചെറുക്കനെ ഒടിച്ചിട്ട് അടിക്കുന്നു, അലറി വിളിക്കുന്നു. അങ്ങനെ എല്ലാവർക്കും അറിയാം, നാട്ടുകാരും അടുത്ത് താമസിക്കുന്ന ബന്ധുക്കളും ഒരുപാട് ജോലിക്കാരൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. പല ഘട്ടങ്ങളിലും ഈ സ്ത്രീ ഇയാളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടത് നൂലയുടെ വ്യത്യാസത്തിലാണ്, ഇല്ലെങ്കിൽ കൊന്നുകളയുമായിരുന്നു. അങ്ങനെ പോകുന്നു. പക്ഷെ ഇയാൾ ഈ ഒരു പ്രശ്നം വന്ന് ഇയാൾക്ക് ഇങ്ങനെ ഒരു വിഷയം വന്നു, പ്രേതം പിടിച്ചു, ഇയാൾ അലറി വിളിക്കുന്നു, ഞാൻ ആരാണെന്ന് പറയുന്നു, എന്നെ ചതിച്ചതാണ്, എന്റെ പെണ്ണിനെയാണ് തട്ടിക്കൊണ്ടുപോയത്, അതുകൊണ്ട് ഇവരെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ല, ഇവളും ഈ പറഞ്ഞ വഞ്ചകിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് പിന്നെ പ്രശ്നം വെച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല, ആരാണ് വന്നതെന്നൊക്കെ അറിയാം. പക്ഷെ ഇത് ഏത് സമയത്തിന് വരുന്നു എന്ന് അറിയാൻ പറ്റില്ല. ഈ വന്നു പോയി കഴിയുമ്പോൾ പിന്നെ ഇയാൾക്ക് ഭയങ്കര വിഷമമാണ്. കാര്യം ഭാര്യയും മകനെയും സ്വന്തം മകനെയും കൊല്ലാൻ നോക്കുന്നു, ഉപദ്രവിക്കുന്നു, ശരീരമൊക്കെ ഒരുപാട് മുറിവുകളൊക്കെ ഉണ്ട് അവർക്ക്. അങ്ങനെയാണ് ഈ കേസ് ഇട്ട് എൻ്റെ അടുത്ത് വന്നതും ഞാൻ അവിടെ പോകുന്നതും ഒക്കെ. ഞാൻ പോയി അതിനെ പൂർണ്ണമായും ഇയാളെ വിളിച്ചു വരുത്തി, ഈ ശരീരത്തിൽ തന്നെ വീണ്ടും വിളിച്ചു വരുത്തി അതിനെ പൂർണ്ണമായും അതിനെ ഒഴിവാക്കുന്നതിന് ഈ പറഞ്ഞ കണക്ക് ഇത്രയും അത് വാശി വൈരാഗ്യത്തോട് നിന്നെങ്കിൽ തന്നെയും ഇപ്പൊ ഞാൻ മാത്രമല്ല, ഇങ്ങനെ സാത്വികമായി ഒഴിവാക്കാൻ പോകുന്നവര് ആ ആത്മാവിനെ ഒരിക്കലും വേദനിപ്പിക്കാറൊന്നുമില്ല. പക്ഷെ അവർക്ക് പിന്തിരിയാൻ പറ്റാത്ത വിധത്തിൽ സാത്വികമായ രീതിയിൽ നമ്മൾ അവരെ കുരുക്കുകയാണ് ചെയ്യുന്നത്. കുരുക്കുക എന്ന് പറഞ്ഞാല് വേദനിപ്പിച്ചിട്ടൊന്നുമല്ല, അവരെ മന്ത്രസിദ്ധികൾ കൊണ്ടുമൊക്കെ അവരെ നല്ലൊരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ട്. ഇപ്പൊ നമ്മളെ മുന്നിൽ ഒരു ഗുണ്ട നമ്മളെ മുന്നിൽ വന്ന് നമ്മളെ കൊല്ലാൻ നിന്നാല് നമ്മുടെ വിനയം കൊണ്ട് അല്ലെങ്കിൽ നമ്മളിലുള്ള ഒരു പാവത്വം കണ്ടിട്ട് അത് നമ്മൾ ക്ഷമിക്കും. അതുപോലെ തന്നെയാണ് ഇതിനെ നമുക്ക് ഒരു ഗുണ്ട വരുമ്പോൾ ആ ഗുണ്ട നമ്മൾ തിരിച്ചടിക്കാൻ നിന്നാല് ബലവാൻ ജയിക്കും. അങ്ങനെയാണെങ്കിൽ ഈ പ്രേതങ്ങളെ ജയിക്കുള്ളൂ. ഈ ഭൂമി ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനും ജയിക്കാൻ സാധിക്കില്ല. കാര്യം പ്രേതത്തിന്റെ 1000-ലൊരു അറിവോ കഴിവോ ശക്തിയോ ഒന്നും ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനും ഇല്ല. അപ്പൊ അവരുടെ മുന്നിൽ നമ്മൾ സാത്വികമായ രീതിയിൽ അവരെ എങ്ങനെയാണോ അവരെ ഒന്ന് ശാന്തമാക്കാൻ നമ്മൾ ശ്രമിക്കുന്ന അതിനൊരുപാട് പണിപ്പാടാണ്. അങ്ങനെ ചെയ്തു തന്നെയാണ് ഇതിനെയും നമ്മൾ ശാന്തമാക്കി കൊണ്ടുവന്നു. ആവശ്യപ്പെട്ടത് മോക്ഷപ്രാപ്തി കൊടുക്കണം. കാര്യം ഇയാളെ മോക്ഷപ്രാപ്തിയിൽ എത്തിക്കുന്ന കർമ്മങ്ങളൊന്നും ഇവർ ചെയ്തിട്ടുമില്ല. അപ്പൊ അത് ചെയ്തു കൊടുക്കണം. പക്ഷെ ഒറ്റ വാക്ക്, ഇയാളോ ഈ മക്കളോ ചെയ്യാൻ പാടില്ല. ഈ മരിച്ചു നിൽക്കുന്ന ഈ ആത്മാവിന് വേണ്ടി ജനിച്ച ഒരു പുത്രനുണ്ട്, ആ പുത്രനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അതും ഞങ്ങളുടെ കാർമ്മികത്വത്തിൽ ചെയ്യിക്കണം. മറ്റ് ബന്ധുക്കളൊന്നും പങ്കെടുക്കാൻ പാടില്ല. ഈ ഒരു നിബന്ധന മാത്രമേ വെച്ചുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഉപദ്രവിക്കാതെ ഞാൻ പൊയ്ക്കൊള്ളാമെന്ന് പറഞ്ഞു. അത് ഞാൻ സമ്മതിച്ചു. പിന്നെ ഞങ്ങളുടെ പോറ്റിമാര് തന്നെയാണ് ഈ പയ്യനെ കൊണ്ടുപോയി തർപ്പണങ്ങൾ നടക്കുന്ന ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പിതാവിന് വേണ്ടിയിട്ട് ബലിതർപ്പണങ്ങളെല്ലാം സായുജ്യ ബലി ഉൾപ്പെടെ ഉള്ളത് ഇടിപ്പിച്ചു. പൂർണ്ണമായും തൃപ്തി കൊടുത്തു. ക്ഷേത്രത്തിലെ ദേവപാദങ്ങളിൽ ആ ആത്മാവിനെ ലയിപ്പിച്ച് അത് പൂർണ്ണ സംതൃപ്തിയിലേക്ക് പോയി. പിന്നീട് ആ
ഒരു ദോഷങ്ങളും ആ കുടുംബത്തിൽ ആർക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത് ഒരു വീട്ടില് 2 മക്കളുണ്ടെങ്കിൽ രണ്ടുപേരും കൂടി ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന രീതിയൊക്കെ ഇന്നത്തെ തലമുറയ്ക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ അതൊക്കെ ഒരു അത്ഭുതമായിട്ട് തോന്നാം. പക്ഷെ പണ്ട് മിക്കവാറും നടന്നിട്ടുള്ള സംഭവങ്ങളാണ്. ഒരുപാട് സംഭവങ്ങൾ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ഉള്ള ഇന്നും ജീവിച്ചിരിക്കുന്ന ദമ്പതിമാര് വളരെ പ്രായമായി വയസ്സായി മുതുമുത്തശ്ശിയായി മുത്തച്ഛനുമായിട്ട് ജീവിക്കുന്ന ഒരുപാട് ദമ്പതിമാർ ഇന്നും എനിക്ക് നേരിട്ട് അറിയാവുന്നവർ ഇന്നും ഉണ്ട്. ഇതൊക്കെ പണ്ട് നടന്നിരുന്ന സംഭവങ്ങളാണ്. പക്ഷെ ഈ തലമുറയിലേക്ക് വരുമ്പോൾ ഇന്ന് അങ്ങനെയൊന്നുമില്ല. പ്രേതത്തിന് പ്രതികാരമുണ്ട്. എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത്? അത് ജീവിച്ചിരിക്കുമ്പോൾ ഒരു മനുഷ്യനെ നമ്മൾ ചതിക്കുകയോ പറ്റിക്കുകയോ ചെയ്താൽ അവര് ബലഹീനരാണെങ്കിൽ അവർക്ക് ആ സമയത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അവരിതെല്ലാം സഹിച്ച് ക്ഷമിച്ച് പുറത്ത് മുന്നോട്ട് പോകും. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവർക്കൊരു അപകടമുണ്ടായി മരണപ്പെടുകയോ ഇല്ലെങ്കിൽ ഇതുപോലെ സഹിക്കാൻ പറ്റാത്ത, അതായത് അവർ ഏറ്റവും ചതിക്കപ്പെടുന്നു എന്ന് അറിയുമ്പോൾ അവർ സ്വയം ജീവനെ കെടുത്ത ആത്മഹത്യ എന്ന് പറഞ്ഞൊരു കർമ്മത്തിലേക്ക് അവർ പോയി ചെയ്തു കഴിഞ്ഞാൽ ആ ആത്മാവിനെ എത്രയും പെട്ടെന്ന് നമ്മൾ പൂർണ്ണതയിലേക്ക് എത്തിക്കുക. അങ്ങനെയുള്ള ആത്മാക്കൾക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് മോക്ഷപ്രാപ്തി കർമ്മങ്ങൾ, എല്ലാ കർമ്മങ്ങളും ചെയ്ത് അവരെ മോക്ഷപ്രാപ്തിയിലേക്ക് എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർ ഇതുപോലെ പ്രതികാര ദാഹത്തോടുകൂടി ആരാണോ അവരുടെ ജീവനെടുക്കാൻ കാരണക്കാരായ അവരുടെ മുന്നിലേക്ക് അവർ ഏതു വിധേനയും വരും, നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചിലപ്പോൾ ജീവന് തന്നെ ആപത്തുണ്ടാക്കാം. ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ചുറ്റിനും നടക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് എപ്പോഴും പ്രേതത്തിനെ പേടിക്കരുത്. പ്രേതം ഒരിക്കലും ചുമ്മാ നിൽക്കുന്ന ഒരാളുടെ ശരീരത്തിലേക്കൊന്നും കയറാറില്ല. പ്രേതം ഒരാളുടെ ശരീരത്തിനുള്ളിൽ കയറണം എന്നുണ്ടെങ്കിൽ അതിന് തക്കമായിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകും. ഇല്ലാതെ ഒന്നും പെട്ടെന്നൊന്നും അങ്ങനെ ഒരു പ്രേതങ്ങളും ആരുടെയും ശരീരത്തിനുള്ളിൽ കയറില്ല. അതിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നൊരവസ്ഥയാണ്. അങ്ങനെ നടക്കുന്ന പ്രേതങ്ങൾക്കെല്ലാം ആരെങ്കിലും കർമ്മങ്ങൾ ചെയ്തു കൊടുത്ത് മോക്ഷപ്രാപ്തി പദത്തിലേക്ക് അതിനെ വിടാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിച്ച് നടക്കുന്നത്. ഇതുപോലെ മനുഷ്യ ശരീരങ്ങളിൽ അതിന് കയറണമെന്നുണ്ടെങ്കിൽ ആഗ്രഹങ്ങൾ ബാക്കി വെച്ച പ്രേതങ്ങളായിരിക്കും. അതിന് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, ആഗ്രഹങ്ങൾ ചിലപ്പോൾ ഒരാളെ ചതിക്കുന്നതാകാം, ചിലപ്പോൾ മറ്റൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടാകാം. ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് പ്രവർത്തിക്കാൻ സാധിക്കില്ല. അതിനു വേണ്ടി ഒരു മനുഷ്യ ശരീരത്തിലേക്ക് ഇത് കയറാറുണ്ട്. അത് വെറുതെ ഒന്നും ഓടി വന്നിട്ട് ഈ ബോഡി കൊള്ളാം ഇപ്പൊ ഇതിനകത്ത് കയറുകള എന്നും അങ്ങനെയൊന്നുമല്ല. അതിന് പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഘടകങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് നമ്മുടെയൊക്കെ ശരീരത്തിലേക്ക് കയറുള്ളൂ. അത് എന്തൊക്കെയാണെന്ന് ഞാൻ മുമ്പുള്ള വീഡിയോകളിൽ ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ പ്രേതത്തിന് നമ്മൾ ഒരിക്കലും പേടിക്കേണ്ട. അതിന്റെ തോളിൽ കൈയിട്ട് നമുക്ക് കൂടെ കൊണ്ടു നടക്കാം. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങളാണ് അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ ഭൂമിദോഷമോ വാസ്തുദോഷമോ പ്രേതബാധ ദോഷങ്ങൾ അല്ലെങ്കിൽ ശത്രുദോഷങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, അത് ഞാൻ നേരിട്ട് അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പർ വിളിച്ചോളൂ. അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അത് പൂർണ്ണമായും മാറ്റിത്തരികയും ചെയ്യാം. എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട്. വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ്. അവിടെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഇത് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണാം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്തൊരു വീഡിയോയെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.